കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്നതിനിടെ മുസ്ലിം ലീഗ് നേതാവ് മംഗളൂരുവിൽ പിടിയിൽ. ദേലമ്പാടി സ്വദേശിയായ MK മസൂദാണ് 123 കിലോ കഞ്ചാവുമായി പിടിയിലായത്. ദേലമ്പാടി ഉരുടൂർ അടൂർ സ്വദേശിയായ മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവും അടൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറുമായ MK മസൂദും കൂട്ടാളികളായ 2 യൂത്ത് ലീഗ് നേതാക്കളായ മലയാളികളുമാണ് കഞ്ചാവുമായി മംഗളൂരുവിൽ പിടിയിലായത്. ദേലമ്പാടി പരപ്പ സ്വദേശികളായ സുബൈർ, മുഹമ്മദ് ആഷിഖ് എന്നിവർക്കൊപ്പം 2 കാറുകളിലായി കഞ്ചാവ് കടത്തുകയായിരുന്നു. മൂടബിദ്രി മത്തടേക്കരയ്ക്കടുത്ത് 2 ഇടങ്ങളിലായി മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് നടത്തിയ പരിശോധനയിലാണ് ലഹരികടത്ത് സംഘം പിടിയിലായത്. പിടികൂടിയ കഞ്ചാവിന് 50 ലക്ഷത്തോളം രൂപ വില വരും. ആന്ധ്രാപ്രദേശിൽ നിന്ന് കേരളത്തിലേക്കും ಕರ್ನಾಟಕയിലേക്കും കഞ്ചാവ് ಕಡತನ ಸಂಘമാണ് പിടിയിലായതെന്ന് ಪೊಲೀಸ್ പറഞ്ഞു. ಕೇರಳದಿಂದ ಮಂಗಳೂರು ನಗರಕ್ಕೆ ಗಾಂಜಾ ಸಪ್ಲೈ ಮಾಡುತ್ತಿದ್ದಂಥ ಒಂದು ಜಾಲವನ್ನು ಪತ್ತೆ ಮಾಡಿ ಅರೆಸ್ಟ್ ಮಾಡೋದರಲ್ಲಿ ನಮ್ಮ CCB ಪೊಲೀಸರು ಯಶಸ್ವಿಯಾಗಿದ್ದಾರೆ. ಇವತ್ತು ಬೆಳಗ್ಗೆ ಕಾಸರಗೋಡು ಮೂಲದ 3 ಜನ ಆಂಧ್ರದಿಂದ 2 ಕಾರಲ್ಲಿ ಸುಮಾರು 123 kg ಗಾಂಜಾ ತಗೊಂಡು ಬರ್ತಾ ಇದ್ದಾಗ ಇವರನ್ನೆಲ್ಲರನ್ನು ಕೂಡ ರೆಡ್ ಹ್ಯಾಂಡೆಡ್ ಆಗಿ ಮೂಡುಬಿದಿರೆ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ಲಿಮಿಟ್ಸಲ್ಲಿ ಹಿಡಿಯಲಾಗಿದೆ. ಮೂಡುಬಿದಿರೆ ಪೊಲೀಸ್ ಸ್ಟೇಷನಲ್ಲಿ ಕೇಸ್ ರಿಜಿಸ್ಟರ್ ಮಾಡಿ ಇವರೆಲ್ಲರನ್ನು ಕೂಡ ದಸ್ತಗಿರಿ ಮಾಡಲಾಗಿದೆ. ಇವರೆಲ್ಲರೂ ಕೂಡ ಈ ಗಾಂಜಾವನ್ನು ಆಂಧ್ರದಿಂದ 2 kg ಪ್ಯಾಕೆಟ್ ಆಗಿ ಪ್ಯಾಕ್ ಮಾಡಿಕೊಂಡು ತಂದು കാസർഗോഡದಿಂದ സെൻറ്ററാಗಿಟ್ಟುಕೊಂಡು ಎಲ್ಲ ಕಡೆ സപ്ലൈ ಮಾಡ್ತಿದ್ರು. പതിവായി ലഹരി കടത്തുന്ന സംഘം കേരളത്തിലെയും കർണാടകത്തിലെയും സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കിടയിലും തൊഴിലാളികൾക്കിടയിലുമാണ് പ്രധാനമായും കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതെന്ന് മംഗളൂരു പോലീസ് പറഞ്ഞു. 5 മൊബൈൽ ഫോണുകളും കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച 2 കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൈരളി ന്യൂസ്, മംഗളൂരു.